കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കോട്ടയത്തെ CPM-ന്റെ ഗതികേടാണ്. ഒരു കാലത്തെ വിപ്ലവം പ്രസംഗിച്ചിരുന്നവർ ഇന്ന് പുതുപ്പള്ളി എന്ന പേര് കേൾക്കുമ്പോൾ മുട്ടുവിറക്കുന്ന അവസ്ഥയിലാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജെയ്ക് സി തോമസ് എന്ന പാർട്ടിയുടെ യുവ നേതാവ്. പേര് ജെയ്ക് സി തോമസ് എന്നാണെങ്കിലും ഇന്ന് കോട്ടയത്തെ നാട്ടുകാർ അദ്ദേഹത്തെ വിളിക്കുന്നത് തോക്സി തോമസ് എന്നാണ്. കാരണം മറ്റൊന്നുമല്ല, ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും തോൽക്കുക എന്നത് ജെയ്ക്കിന്റെ ഒരു പതിവായി മാറിയിരിക്കുന്നു. വെറുതെ തോൽക്കുകയല്ല, ഓരോ തവണയും തോൽവിയുടെ ആഘാതം കൂടിക്കൂടി വരികയാണ്. മുൻ വർഷം കിട്ടിയതിനേക്കാൾ കുറഞ്ഞ വോട്ടുകൾ അല്ലെങ്കിൽ എതിരാളിയുടെ ഭൂരിപക്ഷം കുത്തനെ ഉയരുന്ന രസതന്ത്രമാണ് ജെയ്ക്കിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ കെട്ടുകെട്ടിക്കുമെന്ന് വീരവാദം മുഴക്കി രംഗത്തിറങ്ങിയ ജെയ്ക്ക് ഇന്ന് ഉമ്മൻചാണ്ടിയുടെ മകന്റെ മുൻപിൽ നാണം കെട്ട് തോൽക്കാൻ ഭയന്ന് ഓടി ഒളിക്കുകയാണ്. ഇനി എന്നെ തോൽപ്പിക്കാൻ വിടരുതേ എന്ന് പാർട്ടി നേതൃത്വത്തോട് കെഞ്ചുന്ന ഒരു യുവ നേതാവിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. രാജ്യസഭാ സീറ്റോ മറ്റേതെങ്കിലും പദവിയോ തന്നെ രക്ഷിക്കണമെന്നും നാട്ടുകാരോട് നുണ പറഞ്ഞ് പ്രസംഗിച്ച് നടന്നോളാം എന്നും പറഞ്ഞ് ജെയ്ക്ക് പിന്മാറുന്നത് CPM-ന് വലിയ തിരിച്ചടിയാണ്. ജെയ്ക്ക് കൈവിട്ടതോടെ പുതുപ്പള്ളിയിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPM നെട്ടോട്ടമോടുകയാണ്. പാർട്ടിയുടെ മാന്യമായ നേതാവ് റജി സക്കറിയെ സമീപിച്ചപ്പോൾ ഒരിക്കൽ തോറ്റതാണ്, ഇനി വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹവും കൈമലർത്തി. ഏരിയ സെക്രട്ടറി സുഭാഷിന്റെ അടുത്തേക്ക് പന്തെത്തിയെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞുമാറാനുള്ള ശ്രമത്തിലാണ്. ഒടുവിൽ ആരെയും കിട്ടാതെയാവുമ്പോൾ മുതിർന്ന നേതാവ് രാധാകൃഷ്ണൻ വലിയാടാക്കേണ്ടി വരുമോ എന്ന അവസ്ഥയിലാണ് പാർട്ടി. പുതുപ്പള്ളിയിൽ മാത്രമല്ല, ജില്ലയിലുടനീളം LDF-ന് അടിപതറുകയാണ്. 9 സീറ്റുകളുള്ള കോട്ടയത്ത് വൈക്കം മാത്രമാണ് ഇപ്പോൾ LDF-ന് ഏക ആശ്വാസം. 1957 മുതൽ ഇടതുപക്ഷം ജയിക്കുന്ന വൈക്കം ഇക്കുറി നഷ്ടപ്പെട്ടാൽ LDF-ന്റെ കഥ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. VN വാസവന്റെ ഏറ്റുമാനൂർ പോലും ഇക്കുറി സുരക്ഷിതമല്ല. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിലൂടെ ഏറ്റുമാനൂർ തിരിച്ചുപിടിക്കാനുള്ള ഉറച്ച നീക്കത്തിലാണ് UDF. കഴിഞ്ഞ തവണ കേരളത്തെ കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കരുത്തിൽ കിട്ടിയ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി മണ്ഡലങ്ങൾ ഇക്കുറി കൈവിട്ടു പോകുമെന്ന ഭയത്തിലാണ് CPM. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഈ സീറ്റുകൾ തിരിച്ചുവാങ്ങി മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് CPM-ന്റെ ഉറക്കവും കെടുത്തുന്നുണ്ട്. പാലായിൽ ഷോൺ ജോർജ് കൂടി എത്തുന്നതോടെ മത്സരം അങ്ങനെ മുറുകും. ജോസ് കെ മാണിക്ക് ഇക്കുറി പാലായിൽ രക്ഷയുണ്ടാകില്ല എന്ന് UDF തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ചുരുക്കത്തിൽ കോട്ടയം ജില്ലയിൽ CPM ഒരു വലിയ രാഷ്ട്രീയ ദുരന്തത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. സ്വന്തം അണികൾക്ക് പോലും വിശ്വാസമില്ലാത്ത സ്ഥാനാർത്ഥികളും തോൽവി ഭയന്ന് ഓടുന്ന യുവ നേതാക്കളും പാർട്ടിയെ നാണക്കേടിലാക്കിയിരിക്കുകയുമാണ്. പുതുപ്പള്ളിയിൽ നിന്ന് ജെയ്ക് സി തോമസ് പിന്മാറിയത് വെറും ഒരു വ്യക്തിപരമായ തീരുമാനമല്ല, മറിച്ച് CPM എന്ന പ്രസ്ഥാനം കോട്ടയത്ത് നേരിടുന്ന പതനത്തിന്റെ അടയാളമാണ്. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ ജനങ്ങൾക്ക് ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടറിയണം. പക്ഷേ ഒന്നുറപ്പാണ്, CPM-ന്റെ ചുവപ്പ് കോട്ടകൾ ഒന്നൊന്നായി ഇടിഞ്ഞു വീഴുകയാണ്.